ഇന്ന് നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവാണ്. നല്ല കാര്യമായതുകൊണ്ട് വീട്ടുമുറ്റത്തുനിന്നേ എനിക്ക് ഓട്ടോ കിട്ടിയിരുന്നു. ഇനി നമുക്ക് 2 ബസ് കയറി ഇറങ്ങാണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ബസ് കയറി. തുടക്കത്തിലൊക്കെ അടിപൊളിയായി പോയതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് സീറ്റൊക്കെ കിട്ടുമെന്ന്, പറ്റി എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ആ ബസ് ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി. ഇതാ സെൻറ്ററിൽ ഇരിക്കണമെന്നില്ലേ, അത് എനിക്ക് കൂട്ടിന് വന്നാണ് കേട്ടോ. അവളിപ്പോൾ വഴിയിൽ വെച്ച് കയറിയതാണ്, ബട്ട് അവൾക്ക് എൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയില്ല. ബൈ ദ വേ നമ്മൾ പോകുന്ന ഇങ്ങോട്ടെന്ന് പറഞ്ഞില്ല, നമ്മുടെ FJ ഫാഷനിൽ റീസെല്ലിംഗ് ഒഴിവാക്കിയിട്ട് നമ്മൾ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ പർച്ചേസിങ്ങിന് പോവാണ്. അങ്ങനെ അവൾക്ക് എൻ്റെ അടുത്ത് സീറ്റൊക്കെ കിട്ടി. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ഷോപ്പിലും കയറി കൊട്ടേഷൻ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയി ഫുഡ് കഴിച്ചു. ഫുഡ് അടി മാത്രമേ നടക്കില്ല. സോ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങാം. ഞങ്ങളിപ്പോൾ തന്നെ കുറേ ഷോപ്പ് കയറി ഇറങ്ങിയിട്ടോ, നല്ല ടയേർഡായിട്ടുണ്ട് അവള്. അങ്ങനെ ഈ ഷോപ്പിൽ നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ എടുത്തു. ഇവിടെ പോയാലും ചെയർ തപ്പലാണ് കേട്ടോ അവൾക്ക് പണി. ആദ്യമൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു, പിന്നെ ഇതായിരുന്നു അവസ്ഥ. All the dreams like twinkle stars. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തു. നമ്മൾ സ്പേസ് മാളിൽ നിന്നാണ് എടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കടയൊക്കെ പോയി. ഹസ്ബൻഡിന്റെ പരിചയത്തിലൂടെ ഒരു കട ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടെ വേണം. ഇവിടെ അറിയണ ഒരു ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. അപ്പൊ നമ്മള് ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് 3 പീസ് സെറ്റും എടുത്തു. നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മാളിൽ പോവാം. മാളിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ പോലീസ് കബാബിൽ നമുക്ക് ഷൂട്ട് ഉണ്ടാക്കുന്ന കളിക്കാം. നട്ടുച്ച സമയമാണ് കേട്ടോ, ഭയങ്കര വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാളിലെത്തി. എനിക്ക് ഷൂട്ടിന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് നോക്കിയായിരുന്നു. അത്രയും നടന്ന് മോഷിച്ചിട്ടുകൊണ്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി തൽക്കാലത്തേക്ക് നമ്മുടെ വ്ളോഗ് റിൻഷയാണ്. ഇപ്പോൾ പ്രൊമോഷൻ ചെയ്യാനുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുവച്ച ഡ്രസ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ല, ഇതാണ് ഗേൾസ്. ഈ കുപ്പായും ഈ സ്കേർട്ടുമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. മൈ ബൂട്ട്സ്. പെട്ടെന്ന് നാട്ടിലെത്തേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിന് പോകാൻ കഴിഞ്ഞില്ല ഗൈസ്. അങ്ങനെ കുറച്ചു നേരം മാളിലൊക്കെ കറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അത്രയും വിശന്നിരിക്കുമ്പോൾ ഫുഡ് കണ്ണിൻ്റെ പൊലിവാണ് ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല. കുബൂസിൻ്റെ ഒരു പീസ് എടുക്കുക, ചിക്കൻ എടുക്കുക, കഴിക്കുക. കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുളി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല, നല്ല എരിവുള്ള കൈ കൊണ്ട് കണ്ണിലൊന്നും തൊടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കഴുകാൻ പോയി. അപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ എരിവ് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു. പിന്നെ ഇത് നോക്കണ്ട, ഇത് ഞങ്ങൾ സൈനാത്തന്റെ പരദോഷണം. അങ്ങനെ പരദോഷണം പറിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മസാജ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മസാജ് ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ചു വിട്ടു പോകുന്നു. അപ്പോൾ എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.